ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അങ്ങനെ നാളെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. നമുക്ക് ആ ജോമോൻ ചേട്ടൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കിയിടാം എന്ന് പറയുമ്പോൾ നിനക്ക് ഇതുവരെ ആ റൂമിൻ്റെ കാര്യം വിടാനായില്ലേ, നീ ഇതുവരെ അത് വിട്ടില്ലേ, നിനക്ക് എന്താണ് അതിനോട് ഇത്രയ്ക്ക് താല്പര്യം എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. അത് നമുക്ക് വൃത്തിയാക്കി വെക്കാം, അവിടെ ആകെ പൊടിയാണ്, അതുകൊണ്ടാണ് ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, അതങ്ങനെ നിന്നോട്ടെ എന്ന് പറയാട്ടോ ഗ്രേസമ്മ. അങ്ങനെയല്ല ആൻറ്റി, നമുക്കതവിടെ ക്ലീൻ ചെയ്തിടാം എന്ന് പറയുമ്പോൾ അത് അവിടെ കിടന്നോട്ടെ എന്നല്ലേ നിന്നോട് പറഞ്ഞത്, അത് തൊടയുണ്ടായെന്ന് പറയണം, അങ്ങോട്ടേക്ക് നോക്കാൻ തന്നെ വയ്യ, നോക്കുമ്പോഴേക്ക് വിഷമാണ്, നെഞ്ച് തകർന്നു പോകും എന്ന് പറയാണ് ഗ്രേസമ്മ. അപ്പോൾ രവികുട്ടി പറയുന്നുണ്ട്, അത് ആൻറ്റി അത് അങ്ങനെ കിടന്നിട്ടാണ്, നമുക്ക് ആ റൂമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഫ്രഷ് ആക്കി വെക്കാം, എന്നിട്ട് എല്ലാ ദിവസവും ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് വൈകുന്നേരം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെയല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ സൂക്ഷിക്കേണ്ടത്, അപ്പോൾ തന്നെ ഒരു സന്തോഷം വരും മനസ്സിന് എന്നൊക്കെ പറയാട്ടോ രവികുട്ടി. അപ്പോൾ അത് കേട്ടിട്ട് ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ, ഇതിനെപ്പറ്റി ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഗ്രേസമ്മ ഇങ്ങനെ രവികുട്ടിയെ നോക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആൻറ്റിക്കും മംഗളിനും വിഷമമായതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകാഞ്ഞത് ശരിയാണ്, പക്ഷേ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കി, ആ റൂമിലേക്ക് തീരെ പോവാതിരിക്കുന്നതിന് പകരം അവിടെ പോയി അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അവിടെ ഒരു തിരി കത്തിച്ച് വെച്ച് എല്ലാ ദിവസവും അവിടെ ഇത്തിരി നേരം പോയിരുന്ന് പ്രാർത്ഥിക്കുക, ജോമോൻ ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടില്ലേ, മനസ്സിനൊരു ശാന്തത വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ ചിന്തിക്കുന്നുണ്ട്, ശരിയാണല്ലോ, അത് നല്ലതാണല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ അത് ക്ലീൻ ചെയ്യും, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറയണം. ഈ വീട്ടിലെ സകല ജോലി നീ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ഒരു റൂം കൂടി നിനക്ക് വൃത്തിയാക്കാഞ്ഞിട്ട് വലിയ വിഷമം വേണ്ട, നീ വൃത്തിയാക്കിക്കോ എന്ന് പറയണം. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നീ വൃത്തിയാക്കി വെച്ചേക്കല്ലേ നല്ല ഭംഗിയായിട്ട്, അതങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ എന്ന് ചോദിക്കണേ ഗ്രേസമ്മ. ഇല്ല ആൻറ്റി, എനിക്ക് ശരിക്കും ഭയങ്കര വിഷമം തോന്നുകയാണ്, പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മാത്രമല്ല, ജോമോൻ ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകളൊക്കെ ഇല്ല, ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് നല്ല നീറ്റാക്കി വെക്കാം, എന്നിട്ട് കർത്താവിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് നമുക്ക് എന്നും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയാണ്. അപ്പോൾ ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് പറയാണ് ഗ്രേസമ്മ. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി ക്ലീൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, വേണ്ട ഇപ്പോൾ വേണ്ട, ഇന്നിപ്പോൾ നിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് നിൻ്റെ കുളി എല്ലാം കഴിഞ്ഞതല്ലേ, ഇനി നാളെ ചെയ്താൽ മതി, എന്തായാലും ഇത്രയായില്ലേ, ഞാൻ അത് പറഞ്ഞല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, അപ്പോൾ ഇനി നാളെ ചെയ്താൽ മതി എന്ന് പറയണം ഗ്രേസമ്മ. അങ്ങനെ എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയണം. പിന്നീട് രാത്രിയിൽ മാമച്ചാനും ഗ്രേസമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവികുട്ടി അവിടെ ഉണ്ട്, അപ്പോൾ രവികുട്ടി അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ അടുത്തേക്ക് വിളിച്ച് ഇരുത്തുന്നുണ്ട്. എന്തോ ഒന്ന് ആവശ്യമുണ്ടല്ലോ, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ഒന്നുമില്ല ആൻറ്റി എന്ന് പറയണം. അതല്ല, എന്തോ ഒരു കാര്യമുണ്ടല്ലോ, എന്താണ് നീ പറ. അതെ, ഞാൻ അലീന ചേച്ചിയെ വിളിച്ചിട്ട് കുറേ ദിവസമായി, എനിക്ക് അലീന ചേച്ചി ഒന്ന് വിളിക്കണമായിരുന്നു എന്ന് പറയണേ. അതിനാണോ നീ ഇങ്ങനെ പമ്മി പതുങ്ങി നിൽക്കുന്നത്, നിനക്ക് കാര്യം പറഞ്ഞാൽ പോരെ, വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കാതിരിക്കുമോ എന്നൊക്കെ പറയാണ് ഗ്രേസമ്മ കേട്ടോ. എനിക്ക് തോന്നി എന്തോ ഒന്ന് ചോദിക്കാനുണ്ട്, പറയാനുണ്ട്, ഈ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളത്, നിനക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ഫോൺ എടുത്തിട്ട് നിനക്ക് വിളിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം മാമച്ചായ, ഇവൾക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം, എന്നാൽ പിന്നെ ഇവൾക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിലൊക്കെ വിളിക്കാലോ എന്ന് പറയണം ഗ്രേസമ്മ. ആ ശരിയാണ്, ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് മാമച്ചായനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് എന്തിനാണ് ഫോൺ, എനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് ആരെ വിളിക്കാനാ, ആകെ വിളിക്കാനുള്ളത് അലീന ചേച്ചിയെ മാത്രമല്ലേ, ചേച്ചിയെ വിളിക്കാൻ ഞാൻ ആൻറ്റിയുടെ ഫോണിൽ നിന്ന് വിളിക്കാമല്ലോ, അല്ലാതെ എനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഒരെണ്ണം നിനക്ക് ഇരിക്കട്ടെ, വല്ലപ്പോഴും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കാണാലോ, യൂട്യൂബ് നോക്കാം, ഇൻസ്റ്റഗ്രാം നോക്കാം, ഫേസ്ബുക്ക് നോക്കാം, അങ്ങനെ വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ ചേച്ചിയായിട്ട് ചാറ്റ് ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചിക്ക് അതിന് ഫോണൊന്നുമില്ല, മമ്മിയുടെ ഫോണാണ് ചേച്ചിയുടെ കയ്യിലുള്ളത്, അത് ആ പഴയ ഫോണാണ് എന്ന് പറയണം. ചേച്ചി വാങ്ങിച്ചോളും ഫോൺ, അല്ലെങ്കിൽ നമുക്കൊരു ഫോൺ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട ചേച്ചി, അതൊന്നും വാങ്ങിക്കത്തില്ല, ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാണ്, മമ്മി ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും എനിക്കും വേണ്ട എന്ന് പറയുന്ന ടൈപ്പാണ്, ഒരു തരി പൊന്നിൻ്റെ സാധനമൊന്നും ചേച്ചി ഉപയോഗിക്കത്തില്ല, കാരണം മമ്മി അതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, മമ്മി ഉപയോഗിക്കാതല്ലേ ഇത്രയും നാൾ ജീവിച്ചതും മരിച്ചു പോയതും, അപ്പോൾ അതൊന്നും തനിക്കും വേണ്ട എന്ന് ഉള്ള ഒരു ടൈപ്പാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് ചേച്ചി എന്ന് പറയാണ് രേവതിക്കുട്ടി. നിൻ്റെ അലീന ചേച്ചി ആൾ കൊള്ളാലോ എന്ന് പറയാട്ടോ ഗ്രേസമ്മ. ചേച്ചി ഭയങ്കര പാവമാണ്, എന്നേ ഞാൻ നോട്ടം ഇട്ടതാണ്, ഇവിടെ വന്നിട്ട് ടോമിയെ ഒറ്റ നിമിഷം കൊണ്ട് മെരുക്കിയെടുത്തില്ലേ എന്ന് പറയണം. ചേച്ചി അങ്ങനെയാണ്, ചേച്ചിയെ എല്ലാവരും ഇഷ്ടപ്പെടും, ചേച്ചി ഇപ്പോൾ നിൽക്കുന്ന വീട്ടിലും എല്ലാവർക്കും ചേച്ചി ഇഷ്ടമായിട്ടുണ്ടാവും എന്നൊക്കെ പറയണം, പക്ഷേ എനിക്ക് അവരുടെ സംസാരത്തിൽ എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നിയെന്ന് ഗ്രേസമ്മ പറയട്ടെ. അപ്പം അലീന രേവതിക്ക് ഭയങ്കര വിഷമമാണ്, അറിയില്ല ചേച്ചിക്ക് ഇനി അവിടെ എങ്ങനെയാണെന്നുള്ളത്, ചേച്ചി അങ്ങനെയാണ്, ഒന്നും പുറമേ കാണിക്കത്തില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ചിരിച്ച് താൻ ഹാപ്പിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പാണ് ചേച്ചി എന്ന് പറയാണ് രേവതിക്കുട്ടി. എന്നാൽ നീ വിളിച്ചു നോക്കുക എന്ന് പറയാട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസമ്മേൻ്റെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് അലീനയെ, പക്ഷേ ആ ഫോണിലേക്ക് കോൾ കിട്ടുന്നില്ല കേട്ടോ. ഫോൺ കംപ്ലൈൻ്റ് ആണല്ലോ, അലീനയുടെ ഫോൺ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, പഴയ ഫോണല്ലേ, അത് കാരണം അതിലേക്ക് കോൾ പോകുന്നില്ല, അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ ഫോണിലേക്ക് കിട്ടുന്നില്ല എന്ന് പറയണം. സാരമില്ല, നമുക്ക് പിന്നെ ശ്രമിക്കാം, എന്തായാലും നിനക്ക് ഞങ്ങളൊരു ഫോൺ വാങ്ങിച്ച് തരുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ അങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇതിൽ നിന്നൊക്കെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എൻ്റെ ഫോൺ എൻ്റെ പേഴ്സണൽ ഫോണാണ്, അതിനി ഞാൻ നിനക്ക് തരാനൊന്നും പോകുന്നില്ല, നീ വേണമെങ്കിൽ നിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി എന്ന് പറയാട്ടോ ഗ്രേസമ്മ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ഇതെന്താപ്പോൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നീ എൻ്റെ ഫോൺ എപ്പോൾ വേണേലും എടുത്തു, എനിക്ക് യാതൊരു കുഴപ്പമില്ല, നീ എൻ്റെ ഫോൺ എടുക്കുന്നില്ല, എൻ്റെ ഫോൺ നല്ല എൻ്റെ എന്ത് സാധനം നീ എടുത്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം. മാമച്ചായനാണെങ്കിലും ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി നോക്കിയിട്ട് പറയുന്നത്, എന്തെങ്കിലും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഒരൊറ്റ വീക്ക് വെച്ചെന്നാലല്ലോ നിനക്ക് എന്ന് പറയുന്നത്, ആ വെച്ച് വീക്ക് വെച്ച് തരാൻ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ ഇവിടെ സുപ്രീം കോടതിയിലാണ് ഇരിക്കുന്നതെന്ന് പറയട്ടെ. അപ്പോൾ ഗ്രേസമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്, നിന്നെ ഞാനൊരു നാൾ എടുത്തോളാടി, നീ എനിക്കിട്ട് ഇപ്പോഴും പാര് വെക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ മാമച്ചായൻ പറയുമ്പോൾ, ആ വലിയ കണക്കായി പോയി എന്ന് പറയണം. എന്നിട്ട് ഗ്രേസമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മാമച്ചാൻ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. രണ്ട്
രണ്ടുപേർക്കും രേവതിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അലീന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കുക. എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ബാലചന്ദ്രനും അതുപോലെ വൈജയന്തിയും കൃഷ്ണയും കവിതയും രോഹിതൊക്കെ വന്നിരിക്കുന്നുണ്ട്. കോളേജിലേക്കും സ്കൂളിലേക്കും ബാങ്കിലേക്കും കടയിലേക്കൊക്കെ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. വൈജയന്തിയോടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവളെ നോക്കുകയാണ്. രോഹിത്താണെങ്കിൽ ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേക്കാണ്. വീണ്ടും ഹരി അവനെ വീണ്ടും പറ്റിച്ചേക്കാണ്. അലീനയുമായിട്ട് ഒരു രഹസ്യ ബന്ധം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അവളോട് ആ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തിയും എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു 2 ദിവസത്തെ ലീവ് വേണമായിരുന്നു, എനിക്ക് എൻ്റെ അനിയത്തിയെ കാണാൻ പോകാനാണെന്ന് പറയാട്ടോ. അപ്പോൾ വൈജയ ചോദിക്കുന്നുണ്ട്, അനിയത്തിയെ കാണാൻ പോകാനാണ്, നിനക്ക് എവിടുന്ന് അനിയത്തി, കൂടും കുടുംബം ഒന്നും ഇല്ലാത്ത നിനക്ക് എവിടുന്ന് അനിയത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ കൂടെ അവിടെ സ്നേഹനികേതനത്തിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയില്ലേ, അതായിരിക്കും എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ലീവ് ഒന്നും തരാൻ പറ്റത്തില്ല, ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ലീവ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും, അമ്മയുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും, ലീവ് ഒന്നും തരാൻ പറ്റത്തില്ല, അങ്ങനെ ലീവ് ഒന്നും ഇവിടെ അനുവദിച്ച് തരില്ല എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വരികയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഒരു 2 ദിവസത്തെ ലീവ് അനുവദിച്ച് തരാത്ത എന്ത് ജോലിയാണ് ഈ ലോകത്തുള്ളത് എന്ന് ചോദിക്കും. ഏതൊരു ജോലിക്കും ലീവ് അനുവദിച്ച് കൊടുക്കും, ഇവിടെ മാത്രം ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്, അതൊരു ജോലിക്കാരിയുടെ അവകാശമല്ലേ 2 ദിവസം ലീവ് വേണമെന്നുള്ളത്, അതെങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ അപ്പോൾ അവകാശമൊക്കെ ചോദിച്ചു തുടങ്ങിയല്ലേ, നീ ഇപ്പോൾ വലിയ അവകാശമൊക്കെ ചോദിച്ചു തുടങ്ങി, നിനക്കിപ്പോൾ എന്തോ ആവാലോ, വല്ല നെകളിപ്പാണ് നിനക്ക്, എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലായി എന്നുള്ള ഒരു അഹങ്കാരമാണെന്നൊക്കെ പറയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നത്, ഇതൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് അനുവദിച്ച് തരേണ്ട കാര്യങ്ങളാണ് എന്ന് പറയണേ. അപ്പോൾ വൈജ പറയുന്നത്, അങ്ങനെ ഇപ്പോൾ അനുവദിച്ച് തരാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പം അലീന ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ വൈജ ഇത്, എത്ര ദിവസമായി അവൾ ഇവിടെ വന്നിട്ട്, എന്നിട്ട് 2 ദിവസത്തെ അവധിയല്ലേ ചോദിക്കുന്നത്, ന്യായമായ ഒരു ചോദ്യമാണ്, ന്യായമായ ഒരു അവകാശമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്, എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, ഇവൾ പോയി കഴിഞ്ഞാൽ ഈ 2 ദിവസം ഇവിടെ ആകെ എന്തായിരിക്കും സംഭവിക്കുക, അമ്മയുടെ കാര്യങ്ങൾ ആര് നോക്കും, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, 2 ദിവസത്തേക്കുള്ള ഏകദേശം ജോലികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പോവാം, അടുക്കളയിലൊക്കെ, പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, അപ്പോൾ മാഡത്തിന് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ, രാവിലെയും വൈകിട്ടും, എനിക്ക് ബാങ്കിൽ പോകാനേ നേരില്ല, പിന്നെയാണ് ഞാൻ അമ്മയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാണിക്കാം, ഭക്ഷണം വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, അമ്മയുടെ കാര്യങ്ങളല്ലേ നമുക്ക് 2 പേർ കൂടി നോക്കാം, ഒരു 2 ദിവസമല്ലേ അവളൊന്ന് പോയിട്ട് വരട്ടെ, അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും ഇവളെ ഇങ്ങോട്ടാണ് പോകുന്നത്, എന്തെങ്കിലുമൊക്കെ ഉടായ്പ ഒപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ വല്ലവന്മാരുടെ കൂടെ പോകാനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരട്ടെ, ഞാൻ അത്തരത്തിലൊരു പെണ്ണല്ല, വല്ലവന്മാരുടെ കൂടെ പോകാനാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയണേ. അപ്പോൾ നീ വല്ലാതെ നെകളിക്കൊന്നും വേണ്ട, എല്ലാതും ഒരു ദിവസം ഞാൻ പിടിക്കും, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിക്കും, അതുവരെയുള്ളൂ നിന്റെ ഇവിടുത്തെ ഈ നെകളിപ്പൊക്കെ എന്ന് വൈജ വീണ്ടും പറയണം. എന്തായാലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യ്, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയേക്കല്ലേ, നിങ്ങളല്ലേ ഇപ്പോൾ ഇവളുടെ കെയർ ടേക്കർ എന്ന് പറയണ ബാലചന്ദ്രനോട് കേട്ടോ. അങ്ങനെ വൈജ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവാണ്. കൃഷ്ണയും കവിത എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നു. രോഹിത്തും പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല, നിനക്ക് എന്നാ പോവേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എന്നാൽ ലീവ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ആ ദിവസം നീ പോയിക്കോ, പിറ്റേ ദിവസം തന്നെ വന്നേക്കണം കേട്ടോ ഇങ്ങോട്ട്, ഇവിടെ നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയണം. ഇല്ല സാർ, ഞാൻ 2 ദിവസമേ ചോദിക്കുന്നുള്ളൂ, ഞാൻ ആ പോകുന്ന ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് പോകും, പിറ്റേ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയണം. ആ ശരി, മറ്റൊന്നും കൊണ്ടല്ല, നീ ലീവ് എടുക്കുന്നതിലോ നീ എങ്ങോട്ടെങ്കിലും പോകുന്നതിലോ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, പക്ഷേ നീ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യങ്ങളാകെ പ്രശ്നത്തിലാകും, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും നീ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, എല്ലാ കാര്യങ്ങളും നീയല്ലേ നോക്കുന്നത്, അങ്ങനെ പറയണേ. അങ്ങനെ ശരി, ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ ബാലചന്ദ്രനും ഓഫീസിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് മനു മുത്തശ്ശിയെ കാണാനായിട്ട് വരിക കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് ആലിനയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ച് തട്ടി മുട്ടിയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മനു വന്നത് അലീനെ കണ്ടിട്ടില്ല കേട്ടോ. ബാലചന്ദ്രൻ പോകുന്നതിന് മുന്നേ തന്നെ മനു വന്നിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മനു വന്നിട്ടുള്ളത്. അങ്ങനെ മനു അകത്തേക്ക് ചെന്ന് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മുത്തശ്ശിന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മോൻ വന്നോ എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അവളെന്തേ മുത്തശ്ശിയുടെ കൊച്ചുമോൾ എന്തേലും ചോദിക്കുക കേട്ടോ. നീ കളിയാക്കൊന്നും വേണ്ട, അവൾ എൻ്റെ കൊച്ചുമോൾ തന്നെയാണ്, എനിക്ക് അങ്ങനെ ഒരു കൊച്ചുമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ മനു പറയുന്നുണ്ട്, അപ്പം കൊച്ചുമോളും മുത്തശ്ശിയും ഒറ്റക്കെട്ട്, ഞാനിപ്പോൾ പുറത്താണല്ലേ എന്ന് ചോദിക്കണം. നീ എങ്ങനെ പുറത്താവും, നീ എൻ്റെ കൊച്ചുമോനല്ലേ, നമ്മൾ 3 പേരും ഒറ്റക്കെട്ടാണ് എന്ന് പറയണം മുത്തശ്ശിട്ടാ. അവിടെ വന്നിരിക്കും ചോദിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മനു അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പോയതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത് മുത്തശ്ശി, വൈജയന്തി വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അവളെ ഏതാണ്ടൊക്കെ ബാലിനോട് ഒച്ചപ്പാടുണ്ടാക്കി, അലീനയോടും എന്താണ്ടൊക്കെ പറഞ്ഞു, ഇനി അധികം നാളൊന്നും വാഴിക്കത്തില്ല എന്ന്. പക്ഷേ അതൊന്നും സാരമില്ല, എന്താണെങ്കിലും ദേഷ്യപ്പെട്ടാണെങ്കിലും അവളോട് സംസാരിക്കുന്നതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്ന് അറിയത്തില്ലടാ മോനെ, അവൾ എന്ത് പറഞ്ഞാലും വൈജ എന്ത് പറഞ്ഞാലും അലീന ഒന്നും തിരിച്ച് പറയത്തുമില്ല, അതൊക്കെ കേട്ടോണ്ട് നിൽക്കത്തുള്ളൂ. അവൾക്ക് അതൊന്നും പ്രശ്നമേ അല്ല, എത്ര അപമാനിച്ചാലും അവൾക്ക് അതൊരു പ്രശ്നമല്ല. വൈജയോട് ഭയങ്കര സ്നേഹമാണ്. അതെന്താ അങ്ങനെയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വൈജയുടെ സ്വഭാവം വെച്ചിട്ട് ആരും ഇതുവരെ ഒരു 2 മാസം തികച്ച് നിന്നിട്ടില്ല. ഇവൾ മാത്രം ഒരു കുറ്റം വൈജയെ പറ്റി പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിരിക്കും. അവൾ പിന്നെ അങ്ങനെ ഒരു ടൈപ്പാണ് മുത്തശ്ശി. എന്തും സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സും ശക്തിയൊക്കെ അവൾക്കുണ്ട്. കാരണം ബ്രിജിത്ത മമ്മിയാണ് അവളെ വളർത്തിയത്, അതിൻ്റെ ഒരു ഗുണം അവൾക്കുണ്ട് എന്ന് പറയണം. ശരിയാ മോനെ, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയണം. പിന്നെ അവൾ ഇവിടെ ഒരു ആവശ്യം പറയുന്നത് കേട്ടു മനു. എന്താണെന്ന് ചോദിക്കുകയാണേ മനു. അപ്പോൾ പറയുന്നുണ്ട്, അവൾക്ക് അവളുടെ അനിയത്തിയെ കാണാൻ പോകണമെന്ന്. അനിയത്തിയോ എന്ന് ചോദിക്കാൻ മനു. അവളുടെ കൂടെ അവിടെ സ്നേഹനികേതനത്തിൽ ഉണ്ടായിരുന്ന കൊച്ചാണ്. ഒരു ദിവസം അവൾ ഇവിടുന്ന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അവളെ കാണാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ആ കൊച്ചിനെ ഉറക്കത്ത് കണ്ടുവന്ന്, ആ സ്വപ്നത്തിൽ കണ്ടുവന്നിട്ട് പറയുന്നു. കണ്ടിട്ട് ഒരുപാട് നാളായതുകൊണ്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് കേട്ടു
കേട്ടു, വൈജിയോട് 2 ദിവസത്തെ ലീവൊക്കെ ചോദിക്കുന്നത് കേട്ടു. പക്ഷെ അവളൊന്നും വിട്ട് പറയുന്നില്ല, സമ്മതിക്കുന്നില്ല പോകാനൊന്നും. പക്ഷേ ബാലചന്ദ്രൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അലീനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ആ സമയത്താണ് പെട്ടെന്ന് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മനു വന്നിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് വരികയാണ്. ഗുഡ് മോർണിംഗ് മനു ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അലീന വരുന്നത് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട് വെരി 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 ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നോക്കി നിൽക്കണം, ചിരിച്ചുകൊണ്ട് നിൽക്കട്ടോ. എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം അലീന. എങ്ങനെയുണ്ട് തിരിച്ച് കയറിയിട്ട് രണ്ടാമത് റീജോയിൻ ചെയ്തിട്ട് ഇവിടുത്തെ ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും പഴയതിനേക്കാളും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറയണം. അതെന്താ അങ്ങനെയും ചോദിക്കുകയാണ് മനു. അല്ല മനുവേട്ടനും സാറൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മാഡം എന്ത് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല, അത് ഞാൻ ആ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയണം അലീന. അതെന്താ മാഡം അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞിട്ടും നിനക്ക് ഒരു വിഷമമില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മനു. ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഫീലിങ്സ് തോന്നുന്നില്ല, ഞാൻ അത് തള്ളിക്കളയുന്നു, അത്രയേ ഉള്ളൂ എന്ന് അലീന പറയാണ്. പിന്നെ നിനക്ക് എവിടെയുണ്ടോ പോകണമെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടല്ലോ, എങ്ങോട്ട് പോകാനാ, എങ്ങോട്ട് പോകണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് വേണ്ടി പോകും, നീ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനം എടുക്കാനായോ എന്നൊക്കെ ചോദിക്കുക. നിന്നെ ഞാനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, എനിക്കാണ് നിന്നിലുള്ള ഉത്തരവാദിത്തം മുഴുവനും, അതുകൊണ്ട് എന്നോട് ചോദിക്കാതെയും പറയാതെ നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കണം. മനുച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് കേട്ടോ. അത് മനുവേട്ടൻ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടൊന്നുമില്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് വേണമെന്ന് ചോദിച്ചു. മനുവേട്ടനോട് ചോദിക്കാതെ ഞാൻ പോകത്തൊന്നുമില്ല, മുത്തശ്ശി മനുവേട്ടൻ പറയുന്നത് നോക്കി എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് പറയണം. എൻ്റെ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കില്ല എന്ന് പറയണം മുത്തശ്ശിട്ട. പിന്നെ എന്നോട് ചോദിക്കാതെ ഇവൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ തെണ്ടി ഇറങ്ങി നടക്കാൻ പറ്റുമോ, എനിക്കതിനൊരു ഉത്തരവാദിത്തമൊക്കെ ഇവളുടെ മേലിൽ എന്ന് ചോദിക്കണം മനു എന്ന് പറയാണ് കേട്ടോ മനു. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മനുവേട്ടനോട് പറയാതെ പോകാൻ ഉദ്ദേശിച്ചൊന്നുമില്ല, 2 ദിവസത്തെ ലീവ് ചോദിച്ചല്ലോ, അത് സാങ്ഷനായി കിട്ടിയിട്ട് വേണ്ടേ മനുവേട്ടനോട് പറയാൻ. അപ്പോൾ മനുവേട്ടനോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയണം. എങ്ങോട്ടാണ് നിനക്ക് പോകാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് മനുവേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ല, ഞാൻ പറയാം, എനിക്ക് രേവതിക്കുട്ടിയെ കാണാനൊന്ന് പോകണം, ഒരുപാട് നാളെ ഞാൻ രേവതിക്കുട്ടിയെ കണ്ടിട്ട് എനിക്ക് അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എന്നും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ എന്ന് പറയാണ് അലീന കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അത് എവിടെയാണ് രേവതിക്കുട്ടി എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള ഗ്രേസമാൻറ്റിയുടെ മാമശാൻ്റെ വീട്ടിലാണെന്ന് പറയുന്നത്. അവിടെ വരെ പോകാനോ, അത്രയും ദൂരം പോയിട്ട് നീ എപ്പോൾ വരാനാ? അത് മനുവേട്ട ഞാൻ ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം തിരിച്ചു വരത്തുള്ളൂ, അടുത്തൊന്നുമില്ലല്ലോ, ഇത്തിരി ദൂരമല്ലേ, അതുകൊണ്ട് അങ്ങനെ ഞാൻ പിറ്റേ ദിവസമേ വരത്തുള്ളൂ എന്ന് പറയണേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് നിനക്ക് അതിന് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, അവിടുത്തെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്, ഞാനാണ് അവളെ അവിടെ കൊണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്കറിയാം എന്ന് പറയണം. എന്നിട്ട് നീ തനിച്ച് പോകാനാണോ ഒറ്റയ്ക്ക് പോകാനാണോ തീരുമാനിച്ചേക്കെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്ന്, ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് വേണേ ഞാൻ കൊണ്ടുപോകാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം, അപ്പോൾ 2 ദിവസത്തെ കാര്യമില്ലല്ലോ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോയി വരാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇനി അങ്ങനെ മനുവേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി വേറൊരു പ്രശ്നത്തിന് ഇടയാക്കും എന്നൊക്കെ അലീന പറയണം. അതൊന്നും സാരമില്ല, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നീ ഓക്കെ ആണെങ്കിൽ നിന്നെയും കൂട്ടിയിട്ട് പോകുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ശരിയാ മോനെ, എന്നാൽ പിന്നെ നല്ലതായി, അവൾക്ക് അന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരാലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട മനുവേട്ട, എനിക്ക് ഒരു ദിവസം അവിടെ പോയിട്ട് അവളുടെ കൂടെ നിൽക്കണം, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ, പെട്ടെന്ന് കണ്ടിട്ട് പോരുമ്പോൾ അവൾക്കും വിഷമാകും, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയണം. എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാണ് മനു. ഞാൻ പിന്നെ ഒരു കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് മനു ഒരു കവർ എടുത്ത് കാണിക്കട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്, ഇത് ആർക്ക്, ഇത് നിനക്കൊന്നുമല്ല, ഇത് മുത്തശ്ശിക്കാന്ന് പറയട്ടോ. എന്ന് തന്നെ കളിയാക്കിയതുപോലെ തോന്നുകയാണ് അലീനയ്ക്ക്. മുത്തശ്ശിക്ക് മാത്രമല്ല, ഇത് നിനക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് 2 പേർക്ക് ഉപയോഗിക്കാനാണ്, നിനക്ക് വാങ്ങിത്തരാനാണെന്ന് പറഞ്ഞ് ഇവിടെ സമ്മതിക്കത്തില്ലല്ലോ, അല്ലാതെ മുത്തശ്ശിക്ക് ഈ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്ന് പറയണം മനു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഫോണൊന്നും വേണ്ടായിരുന്നല്ലോ മോനെ, ഒരു സാധാ ഫോൺ മതിയായിരുന്നില്ല, ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാനും അറിയില്ല എന്ന് പറയുമ്പോൾ അലീന ഉണ്ടല്ലോ മുത്തശ്ശി, അലീന ഉപയോഗിച്ചോളും, മുത്തശ്ശിക്ക് കാണിച്ചോളൂ, ഇതിലാകുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, ഒക്കെ ചെയ്യാം, അപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ മുത്തശ്ശി പറയുന്നത് എനിക്ക് അതൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ അലീനയില്ല, അലീനയെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയണം. അപ്പോൾ അലീനയും പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല ഇങ്ങനത്തെ മൊബൈലൊന്നും ഉപയോഗിക്കാൻ, ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഉപയോഗിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണം, അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം, എന്താണെങ്കിലും ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോകുന്നതിന് മുൻപ് മൊബൈലിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാമെന്ന് മനു പറയണം. ഞാൻ ഇതേ വന്നിട്ട് ഇത്രയും നേരം എനിക്കൊരു ചായ പോലും തന്നില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനായിട്ടൊന്ന് ചോദിക്കാം കേട്ടോ മനു. അപ്പോൾ അലീന അതേ ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അലീന അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അലീന പോകുന്ന വഴി ഇങ്ങനെ നോക്കി നിൽക്കട്ടോ മനു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ അനിയത്തിയെ കാണാൻ പോകാനായിട്ട് എന്ന് പറയുമ്പോൾ അവർ കുറേ ദിവസമായില്ലേ മോനെ കണ്ടിട്ട്, അവർ ശരിക്കും കൂടപ്പിറപ്പുകൾ തന്നെയാണ്, അത്രയും ചെറുതിലെ ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ, അതുകൊണ്ട് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്, അനിയത്തിന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് എന്ന് പറയണം. അതിനെ കാണാത്തതിലുള്ള വിഷമം ഇപ്പോഴും ഇടയ്ക്കൊക്കെ എന്നോട് പറയാറുണ്ട് എന്ന് പറയണം. എങ്കിലും അവളെ തനിച്ച് വിടുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടില്ലേ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ അവൾക്ക് അറിയാതെ പോകാൻ, അവൾ തനിച്ച് പോയി നോക്കിയിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ പിന്നീട് മനു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് ചെല്ലുകയാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കുമ്പോൾ എന്നിട്ട് നീ തനിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് മനു. ഞാൻ പോയിട്ട് വരാൻ മനുവേട്ട, തനിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ മുള്ളും വനെയും വെച്ചിട്ട് മാഡം പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി വേണ്ടാന്ന് അലീന പറയുന്നത്. അതെന്താ മാഡം അങ്ങനെ പറയുന്നത്, ആൻറ്റി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്നുമില്ല, ഓരോന്നിങ്ങനെ കുത്തുവാക്കുകൾ പറയും എന്ന് പറയണം. പിന്നെ മനു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ വന്നിട്ട് ഫോണൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ പ്രമോ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അതിൻ്റെ സ്റ്റോറി പറഞ്ഞിടുന്നതായിരിക്കും.